ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകുന്നത് കോട്ടയത്തേക്കാണ്. എൻ്റെ അനിയൻ്റെ ഒരു അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഞാനും ചേട്ടനും കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയായിരുന്നു. 5:15 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ രാവിലെ നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് മറന്ന് ഫ്രഷായിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തി. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണിത്. ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കറക്റ്റ് ടൈമിനെത്തി. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 5 മണിക്ക് മുന്നേ എത്തി. ഞങ്ങൾക്ക് 5:15 ട്രെയിന്. ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ, ജോലിക്ക് പോകുന്നവരും ദൂര സ്ഥലത്തൊക്കെ പോകുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ 5 മണി ടൈമായിരുന്നു. ആ ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നത്. പെർഷാം എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 5 മിനിറ്റ് ഡിലേ ആണ് ട്രെയിന്. പിന്നെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഞങ്ങളങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ട്രെയിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറ്റ്. കാരണം രാവിലെയൊക്കെ വരുമ്പോൾ കിട്ടത്തില്ലല്ലോ ജനറലിലൊക്കെ. അപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇതിപ്പോൾ ഒരു ടൈം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ കോട്ടയത്തെത്തി. 9:24 ആയി അവിടുത്തെ ടൈം. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പം ഒക്കെ ആയിരുന്നു. പിന്നെ പപ്പയും ഇടിയപ്പം, ചേട്ടൻ അപ്പം ഓർഡർ ചെയ്തു. അനിയന് പിന്നെ പൂരി. പിന്നെ ഇതാണ് ഞങ്ങൾ അവിടുത്തെ കോളേജിൻ്റെ പേര് ബെസേലിയസ് കോളേജാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭക്കാർ നടത്തുന്ന കോളേജാണ്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കോളേജിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അഡ്മിഷന് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും ഒക്കെയാണ് ഞങ്ങളിവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്തരീക്ഷം തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ബെസേലിയോസ് പിതാവിൻ്റെ ഒരു വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അടിപൊളിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ പേര് പിതാവിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുമായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ചർച്ചാണ്. ഒരു വലിയ ചർച്ചാണ്, ഓർത്തഡോക്സ് ചർച്ചാണ്. ഇതിന് തൊട്ടടുത്തൊരു മലങ്കര ചർച്ചും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജ് ഫുള്ളും ചുറ്റിക്കാണുകയും പിന്നെ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ, അനിയൻ്റെ അഡ്മിഷൻ കാര്യങ്ങളും ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ കോളേജിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോട്ടയം അവിടത്തുള്ള സിറ്റി ഫുള്ളും ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റും. കണ്ടോ, അങ്ങ് ദൂരെയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ ഓഫീസാണ്. അവിടെ ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.